തനിക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് ഇപ്പോഴും കുറവില്ല എന്ന് പാലക്കാട്ട് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരൻ. ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കുന്ന ജനപ്രതിനിധിയാണ് പാലക്കാടിന് ആവശ്യം. സരൻ വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സൗമ്യ സരൻ പറഞ്ഞു. പാലക്കാട് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ രാഷ്ട്രീയ ചൂടുമാറ്റത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ സൗമ്യ സരിന് നേരെയും കുറച്ചൊന്നുമല്ല സൈബർ ഇടങ്ങളിൽ ആക്രമണം നടന്നത്. ഇപ്പോഴും അതിന് കുറവ് വന്നിട്ടില്ല. പങ്കാളികളിൽ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് മറ്റേയാളെ ചീത്ത വിളിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും വ്യക്തികളെ വ്യക്തികളായി കാണാൻ മലയാളി സമൂഹം ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്നും സൗമ്യ പറഞ്ഞു. വ്യക്തികളെ വ്യക്തികളായിട്ട് കാണുക. ഇപ്പോൾ ഭർത്താവ് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്തം കംപ്ലീറ്റ് ആയിട്ട് ഭാര്യ ഈ തെറി വിളിക്കാൻ വന്ന് ഭാര്യയുടെ ഇതിൽ വന്നിട്ട് തിരിച്ചും ഇപ്പം ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം പോയിട്ട് ഹസ്ബൻഡിനോടും അത് പറയുന്നതിന് ഈ പറയുന്ന ആൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് ഉണ്ടല്ലോ, ജീവനോടെ ഉണ്ടല്ലോ, നേരിട്ട് പോയിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കാം. അതിനു പകരം അവരുടെ പങ്കാളിയുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ അശ്ലീല പദങ്ങളൊക്കെ ഉപയോഗിച്ച് പറയുമ്പോൾ ഇവർക്ക് എന്ത് ഒരു മാനസിക സന്തോഷമാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജനങ്ങൾക്ക് എല്ലായ്പ്പോഴും സമീപിക്കാവുന്ന, അവർക്കൊപ്പം നിൽക്കാനാകുന്ന തരത്തിലുള്ള ആളെയാണ് പാലക്കാടിന് ആവശ്യമെന്നും അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ആളാണ് സരിനെന്നും സൗമ്യ വ്യക്തമാക്കി. പാലക്കാടിന് കുറച്ചും കൂടി ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഒരു ഡെവലപ്മെൻറ്റ്സ് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ നോക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടൊരു വിഷനുള്ള ആളായിരിക്കണം. എന്താണ് ആ നാടിന് വേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ ഡെഫിഷ്യൻസീസ്, എന്തൊക്കെയാണ് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ടൊരു വിഷനുള്ള ആളായിരിക്കണം. അതിനുള്ള ക്വാളിഫിക്കേഷൻസും എഡ്യൂക്കേഷനും ഉള്ള ഒരാളായിരിക്കണം. പിന്നെ ഈ പറയുന്ന പോലെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ചേർന്ന് പ്രവർത്തിക്കുന്നില്ല എങ്കിലും തനിക്കും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ടെന്നും സൗമ്യ കൂട്ടിച്ചേർത്തു. സൗമ്യ സരൻ എഴുതിയ പുതിയ പുസ്തകത്തിന്റെ പ്രകാശനം ശനിയാഴ്ച ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ നടക്കും. 24 ദുബായ്.